ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്നത് നിങ്ങളുടെ ജീനുകളോ വിധിയോ ആണെന്നാണ്. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലോകത്തെ ഏറ്റവും വലിയ കൊലയാളികളായ കോടിക്കണക്കിന് അദൃശ്യ ശത്രുക്കൾ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. എന്നാൽ അവരെ നിഷ്പ്രഭരാക്കാനും ഒപ്പം ഏതൊരു ജനക്കൂട്ടത്തിലും ഒരു കാന്തിക ശക്തി പോലെ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും കഴിയുന്ന ഒരു രഹസ്യ ആയുധം നിങ്ങളുടെ കൈകളിലുണ്ട്. ശാസ്ത്രം തെളിയിച്ച, ലോകത്തെ ഞെട്ടിച്ച ആ മഹാരഹസ്യമാണ് വ്യക്തി ശുചിത്വം. ഇത് വെറുമൊരു ശീലമല്ല, ഇതൊരു സൂപ്പർ പവറാണ്. രോഗങ്ങളെ തുടച്ചു നീക്കാനും നിങ്ങളൊരു സൂപ്പർ ഹീറോയാക്കാനും സഹായിക്കുന്ന ഈ ശാസ്ത്രീയ സത്യങ്ങൾ അറിയാൻ നിങ്ങൾ തയ്യാറാണോ? ശ്വാസമടക്കി പിടിച്ചിരുന്നു. ഇതാ ആ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. വ്യക്തിശുചിത്വത്തിന്റെ ശാസ്ത്രീയ രഹസ്യങ്ങൾ നോക്കാം. 20 സെക്കൻഡ് കൈ കഴുകുക. സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കൈ കഴുകുമ്പോൾ ചർമ്മത്തിൽ ലിപ്പിഡ് പാളി തകരുകയും കോവിഡ്, ഇൻഫ്ലുവൻസ തുടങ്ങിയ വൈറസുകളുടെ പുറംകവചം തകർന്ന് അവ പൂർണ്ണമായി നശിക്കുകയും ചെയ്യുന്നു. 2 നേരം മുഖം കഴുകുക. ദിവസം 2 നേരം മുഖം കഴുകുന്നത് ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന അമിത എണ്ണമയത്തെ സൈബം നീക്കം ചെയ്യുകയും ബാക്ടീരിയകൾ വളർന്ന് മുഖക്കുരു ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. 1 നേരം നാക്ക് വടിക്കുക. നാവ് പതിവായി വൃത്തിയാക്കുന്നതിന് വായിലെ അനാക്സിക്സ് ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു. ഇത് വായ്നാറ്റം പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റുള്ളവരുമായി അടുത്ത് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. 3 ആഴ്ച കൂടുമ്പോൾ നഖം വെട്ടുക. നഖങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കിൽ ദശലക്ഷക്കണക്കിന് ഈ കോളെ ബാക്ടീരിയകൾ ഉണ്ടാകാം. നഖങ്ങൾ കൃത്യമായി മുറിക്കുന്നത് ടൈഫോയിഡ് പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. 2 നേരം കുളിക്കുക. ദിവസവും കുളിക്കുന്നത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുക മാത്രമല്ല, ശരീരത്തിൻ്റെ താപം കൃത്യമായി നിലനിർത്തി രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2 നേരം തല കുളിക്കുക. തലമുടി കൃത്യമായി കഴുകി വൃത്തിയാക്കുന്നത് തലയോട്ടിയിലെ മെലസീസിയ എന്ന ഫംഗസിന്റെ അമിത വളർച്ച തടയുന്നു. ഇത് താരൻ ഇല്ലാതാക്കി മുടിക്ക് ആകർഷമായ തിളക്കം നൽകുന്നു. വിയർത്ത വസ്ത്രങ്ങൾ മാറ്റി നല്ലതിടുക. വിയർത്ത വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കാതിരിക്കുന്നത് വസ്ത്രങ്ങളിലെ നാരുകളിൽ ബാക്ടീരിയകൾ പെരുകുന്നത് തടയുകയും ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്നു. 2 നേരം സോപ്പിട്ട് കാൽവിരലുകൾ വൃത്തിയാക്കുക. കാൽവിരലുകൾക്കിടയിലെ അണുക്കൾ കഴുകി തുടച്ചു മാറ്റുന്നത് അത്ലറ്റ്സ് ഫുട്ട് പോലുള്ള ഫംഗസ് ബാധകളെ തടയുകയും കാലുകൾക്ക് വൃത്തിയുള്ള ലുക്ക് നൽകുകയും ചെയ്യും. ശരീരത്തിലെ മടക്കുകൾ ഡ്രൈ ആയി സൂക്ഷിക്കുക. ശരീരത്തിലെ മടക്കുകളായ കക്ഷം, തുടയിടുക്കുകൾ എന്നിവ ഉണക്കി സൂക്ഷിക്കുന്നത് ചർമ്മങ്ങൾ തമ്മിൽ ഉരസി ഉണ്ടാകുന്ന അണുബാധകളും ചൊറിച്ചിലും പൂർണ്ണമായി തടയുന്നു. ആർത്തവ ശുചിത്വവും പാലിക്കുക. ആർത്തവ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ മാറ്റുന്നത് സ്ത്രീകളിൽ മാരകമായ ടോക്സിക് ഷോക്ക് സിൻഡ്രോം, TSS, യൂറിനറി ഇൻഫെക്ഷൻ എന്നിവ വരാതെ സംരക്ഷിക്കുന്നു. ചർമ്മം വൃത്തിയാക്കി മോയ്സ്ചറൈസ് ചെയ്യുക. ചർമ്മം ശരിയായി വൃത്തിയാക്കി മോയ്സ്ചറൈസ് ചെയ്യുന്നത് ചർമ്മത്തിൻ്റെ പ്രകൃതിദത്ത പ്രതിരോധ പാളിയെ ശക്തിപ്പെടുത്തുകയും ബാഹ്യ അണുക്കൾ ശരീരത്തിലേക്ക് കടക്കുന്നത് തടയുകയും ചെയ്യുന്നു. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുന്നത് വായിലൂടെ പകരുന്ന ക്ഷയം, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളുടെ അണുക്കൾ അന്തരീക്ഷത്തിൽ പടരുന്നത് തടയുന്നു. ഏതെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. ഭക്ഷണത്തിന് മുമ്പും ശേഷവുമുള്ള കൈകളുടെ ശുചിത്വം വയറിളക്കം, കോളറ, അമീബിയാസിസ് തുടങ്ങിയ ദഹന സംബന്ധമായ എല്ലാ മാരക രോഗങ്ങളും 90% പ്രതിരോധിക്കുന്നു. വീടിന് പുറത്ത് വന്നയുടൻ കൈകാലുകളും മുഖവും കഴുകുക. വീടിന് പുറത്തു പോയി വന്നയുടൻ കൈകാലുകളും മുഖവും കഴുകുന്നത് ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വായുവിലൂടെ
പകരുന്ന വൈറസുകളുടെ അളവ്, അതായത് വൈറൽ ലോഡ് കുറയ്ക്കുന്നു. മറ്റുള്ളവരുടെ തോർത്തുകളും വസ്ത്രങ്ങളും ഉപയോഗിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ തോർത്തുകളും വസ്ത്രങ്ങളും ഉപയോഗിക്കാതിരിക്കുന്നത് വഴി പടരുന്ന ചിരങ്ങ്, വട്ടച്ചൊറി തുടങ്ങിയ സമ്പർക്ക ചർമ്മരോഗങ്ങളെ പൂർണ്ണമായും തടയാൻ സഹായിക്കുന്നു. ചെറിയ മുറിവുകൾ പോലും വൃത്തിയാക്കി അണുനാശിനി പുരട്ടുക. ചർമ്മത്തിലെ ചെറിയ മുറിവുകൾ പോലും ഉടൻ വൃത്തിയാക്കി അണുനാശിനി പുരട്ടുന്നത് ബാക്ടീരിയകൾ രക്തത്തിൽ കലർന്നുണ്ടാകുന്ന സെപ്റ്റിസീമിയ എന്ന മാരകമായ അവസ്ഥ ഒഴിവാക്കുന്നു. വൃത്തിയാകാത്ത കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമാതിരിക്കുക. അഴുക്ക് പുരണ്ട കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമാതിരിക്കുന്നത് കൺജക്റ്റിവൈറ്റിസ്, ചെങ്കണ്ണി, ബ്ലെഫറൈറ്റിസ് തുടങ്ങിയ കണ്ണുരോഗങ്ങളെ ശാസ്ത്രീയമായി തടയുന്നു. ആഴ്ചയിലൊരിക്കൽ കിടക്ക വൃത്തിയാക്കുക. ആഴ്ചയിലൊരിക്കൽ കിടക്ക വിരികളും തലയിണ ഉറകളും തിളച്ച വെള്ളത്തിൽ കഴുകുന്നത് പാൻ, മുട്ട, പൊടി പടലങ്ങളിലെ പ്രാണികൾ, ഡസ്റ്റ് മൈറ്റ്സ് എന്നിവയുടെ അണുബാധ ഒഴിവാക്കുന്നു. പാചകത്തിന് മുമ്പ് കൈകൾ അണുവിമുക്തമാക്കുക. പാചകം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ അണുവിമുക്തമാക്കുക വഴി സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയകൾ ഭക്ഷണത്തിൽ കലരുന്നത് തടയാനും ഭക്ഷ്യവിഷബാധ പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കും. ആധുനിക ഡിജിറ്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക. ടോയ്ലറ്റ് സീറ്റുകളേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ മൊബൈൽ സ്ക്രീനുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ദിവസവും ഗാഡ്ഗച്ചുകൾ അണുവിമുക്തമാക്കുന്നത് വഴി പുതിയ കാലത്തെ അദൃശ്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഇനി വ്യക്തി ശുചിത്വത്തിൻ്റെ ചില ഗുണങ്ങൾ നോക്കാം. വ്യക്തി ശുചിത്വം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നു. വ്യക്തി ശുചിത്വം വഴി അണുബാധകൾ ഉണ്ടാതിരിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയുന്നു. ഇത് ലോകത്തെ ഭയപ്പെടുത്തുന്ന സൂപ്പർ ബഗുകൾക്കൊക്കെ എതിരെയുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തെ സഹായിക്കുന്നു. ശുചിത്വം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. കൃത്യമായ ശുചിത്വമുള്ള ശരീരത്തിൽ ബാക്ടീരിയകൾ ഉണ്ടാകാത്തതിനാൽ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഹാലോ ഇഫക്റ്റ് ഉണർത്തുന്നു. വൃത്തിയുള്ള വസ്ത്രങ്ങളും ശരീരമുള്ള ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ തലച്ചോറിൽ ഹാലോ ഇഫക്റ്റ് ഉണരുകയും അയാൾ ബുദ്ധിമാനും വിശ്വസ്തനുമാണെന്ന് മറ്റുള്ളവർ സ്വയം അനുമാനിക്കുകയും ചെയ്യുന്നു. ശരീരഭാഷ കൂടുതൽ ആകർഷമാക്കും. ശരീരത്തിന് നല്ല സുഗന്ധവും വൃത്തിയും ഉള്ളപ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ശരീരഭാഷ കൂടുതൽ ആകർഷമാക്കുകയും ചെയ്യുന്നു. നല്ല പല്ലുകളും വൈനാറ്റമില്ലാത്തതും ഗുണകരം. കറകളില്ലാത്ത പല്ലുകളും വൃത്തിയുള്ള വായുവുമുള്ള ഒരാളുടെ പുഞ്ചിരി പ്രണയബദ്ധത്തിലും ഔദ്യോഗിക ചർച്ചകളിലും മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ ഏറ്റവും വലിയ ഘടകമാണ്. സുഗന്ധമുള്ള വ്യക്തികളെ ദീർഘകാലം ഓർക്കുന്നു. ദുർഗന്ധമില്ലാത്ത നേർത്ത സുഗന്ധമുള്ള വ്യക്തികളെ മനുഷ്യൻ്റെ തലച്ചോറിലെ ഓൾഫാക്ടറി ലോബ് ദീർഘകാലം ഓർത്തു നിൽക്കുന്നു. ഇത് സാമൂഹിക ബന്ധങ്ങളിൽ നിങ്ങളെ എപ്പോഴും പ്രിയപ്പെട്ടവനാക്കുന്നു. പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി ലഭിക്കുന്നു. ബിസിനസ് മീറ്റിങ്ങുകളിലും ഇൻ്റർവ്യൂകളിലും വൃത്തിയുള്ള നഖങ്ങളും ഒതുക്കിയ മുടിയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ അംഗീകാരവും ഉയർന്ന പദവികളും ലഭിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാക്കും. ഒരു വ്യക്തിയെ കാണുന്ന ആദ്യത്തെ 7 സെക്കൻഡിനുള്ളിലാണ് മറ്റുള്ളവർ അയാളെ വിലയിരുത്തുന്നത്. മികച്ച വ്യക്തി ശുചിത്വം ഈ ആദ്യ ഇംപ്രഷൻ എപ്പോഴും പോസിറ്റീവ് ആക്കുന്നു. മറ്റുള്ളവരിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വൃത്തിയുള്ള സാന്നിധ്യം ചുറ്റുള്ളവരുടെ തലച്ചോറിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു. ഇതിനാൽ ആളുകൾക്ക് നിങ്ങളോട് വേഗത്തിൽ വിശ്വാസവും അടുപ്പവും തോന്നുന്നു. ജീവിത പങ്കാളിയായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു. പങ്കാളികൾ തമ്മിലുള്ള ശാരീരികവും മാനസികവുമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിൽ വ്യക്തി ശുചിത്വം ഒരു പ്രധാന ഉത്തേജകമായി പ്രവർത്തിക്കുന്നു എന്ന് മനഃശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. രോഗവാഹകൻ അല്ലാതായി മാറുന്നു. നിങ്ങൾ ശുചിത്വം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രോഗവാഹകൻ അല്ലാതായി മാറുന്നു. ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും രോഗങ്ങൾ പടരുന്നതിൻ്റെ ശൃംഖലയെ തകർക്കുന്നു. വീട്ടിലെ ദുർബലമായവർ
സംരക്ഷിക്കപ്പെടുന്നു. വീട്ടിലെ മുതിർന്നവർ, ഗർഭിണികൾ, നവജാത ശിശുക്കൾ എന്നിവയ്ക്ക് രോഗപ്രതിരോധന ശേഷി കുറവാണ്. നിങ്ങളുടെ കൈകളുടെ ശുചിത്വം അവരുടെ ജീവനെ മാരക അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുടുംബം സാമ്പത്തികമായി സംരക്ഷിക്കപ്പെടുന്നു. ശുചിത്വം വഴി കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കുമ്പോൾ വലിയ തുകകൾ ഹോസ്പിറ്റൽ ബില്ലുകളായി മാറുന്നത് തടയാനും ആ സമ്പാദ്യം കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി ഉപയോഗിക്കാനും കഴിയുന്നു. സമൂഹത്തിൻ്റെ ധാർമ്മികത ഉയർത്തുന്നു. ഒരു വ്യക്തിയുടെ വൃത്തിയുള്ള ശീലങ്ങൾ കണ്ടുകൊണ്ട് കുട്ടികളും സുഹൃത്തുക്കളും അത് അനുകരിക്കുന്നു. ഇത് ഒരു വലിയ സമൂഹത്തെ മുഴുവൻ ആരോഗ്യപൂർണവും ഉന്മേഷഭരിതവുമാക്കാൻ സഹായിക്കുന്നു. ഇനി ഈ മേഖലയിൽ മാതൃകയാക്കേണ്ട ചില സംസ്കാരങ്ങൾ എന്താണെന്ന് നോക്കാം. ജപ്പാനിലെ ഒസോജി സംസ്കാരം മാതൃകയാക്കണം. ജപ്പാനിൽ കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം ശരീരവും ക്ലാസ് റൂമുകളും സ്വയം വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നു. ഇത് അവരുടെ ദീർഘായുസിൻ്റെയും സാമൂഹ്യ അച്ചടക്കത്തിൻ്റെയും പ്രധാന രഹസ്യമാണ്. ഇസ്ലാമിലെ വുളു രീതി ചർമ്മത്തിലെ അണുക്കളുടെ അളവ് കുറയ്ക്കുന്നു. ലോകമെമ്പാടുള്ള മുസ്ലിമുകൾ ദിവസത്തിൽ 5 നേരം കൈകാലുകളും മുഖവും വായും മൂക്കും വൃത്തിയാക്കുന്ന വുളു എന്ന അനുഷ്ഠാനം ചർമ്മത്തിലെ അണുക്കളുടെ അളവ് നിരന്തരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. കവല ഗ്രഹവും ജിഹ നിർലേഖനവും നല്ല മാർഗങ്ങളാണ്. ഇന്ത്യയിലെ പരമ്പരാഗത രീതിയായ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള ഓയിൽ പുള്ളിങ്ങും കവലഗ്രഹം നാവ് വടിക്കാൻ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നതിനും മികച്ച മാർഗങ്ങളാണ്. റോമൻ തെർമൽ ബാത്ത് പാരമ്പര്യം മാതൃകാപരമാണ്. പുരാതന റോമിൽ പൊതുജനരോഗ്യത്തിനായി വലിയ സ്നാനഘട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ ആധുനിക ഹൈഡ്രോതെറാപ്പിയുടെയും ശരീര ശുചീകരണത്തിൻ്റെയും അടിത്തറ ഇതാണ്. സ്കാൻഡിനേവിയൻ സോണോതെറാപ്പി നല്ലതാണ്. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ കഠിനമായ ചൂടിൽ വിയർത്ത് ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കുകയും പിന്നീട് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുന്ന രീതി ശരീരത്തിലെ ടോക്സിനുകളെ പൂർണ്ണമായും പുറന്തള്ളുന്നു. ആഫ്രിക്കൻ ബ്ലാക്ക് സോപ്പ് പാരമ്പര്യം മികച്ചതാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ പ്ലാന്റെയിൻ തൊലിയും കൊക്കോയും ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രകൃതിദത്ത ബ്ലാക്ക് സോപ്പ് ചർമ്മത്തിലെ കടുത്ത ബാക്ടീരിയകളെയും അണുബാധകളെയും നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വ്യക്തി ശുചിത്വം എന്നത് വെറും കൈ കഴുകലോ കുളിക്കലോ മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് വശീകരിക്കുന്ന ഒരു മാന്ത്രിക ഊർജമാണ്. നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ ജീവനെടുക്കാൻ പോന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾക്ക് വഴി തുറന്നു കൊടുക്കും. എന്നാൽ ഈ നിമിഷം മുതൽ സ്മാർട്ടാകൂ, വൃത്തിയുള്ളവരാകൂ, ലോകത്തെ നിങ്ങളുടെ കാൽ കീഴിലാക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. അതിനാൽ ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച മറ്റൊരു ഞെട്ടിക്കുന്ന രഹസ്യവുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ സ്റ്റേ ക്ലീൻ, സ്റ്റേ അട്രാക്റ്റീവ്. താങ്ക് യു.